ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ലാമിനേറ്റിൻ്റെ തേർഡ് ക്ലാസ് ആണ്. സോ ഇന്ന് നമുക്ക് രണ്ട് ടോപ്പിക്കേ പഠിക്കാനുള്ളൂ. ആംഗിൾ പ്ലൈ ലാമിനേറ്റും അതുപോലെ ക്വാസി ഐസോട്രോപിക് ലാമിനേറ്റുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആംഗിൾ പ്ലൈ ലാമിനേറ്റ് എന്ന് പറഞ്ഞാൽ ആംഗിൾസിൽ മാത്രം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. 0-90 ഡിഗ്രി ഒഴികെ, അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടലും വെർട്ടിക്കലിലും വരുന്ന ഡിഗ്രീസ് ഒഴികെ ബാക്കി നമ്മൾ ഏതാണോ ബേസ് ആയിട്ടുള്ള എടുക്കുന്ന ഓറിയൻറ്റേഷൻ, ആ ഓറിയൻറ്റേഷനിൽ നിന്ന് ബാക്കി ആംഗിൾസിൽ നമുക്ക് ഫൈബർ അറേഞ്ച് ചെയ്തുകൊണ്ടുള്ള ലാമിനേറ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ആംഗിൾ പ്ലൈ ലാമിനേറ്റ് എന്ന് പറയും. ഇതാണ് ഒട്ടുമിക്ക എല്ലാ ഇതിലും നമുക്ക് കാണാൻ സാധിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 0-90 ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരുവിധം എല്ലാ ഇതിലും മീൻസ് 45 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി അങ്ങനെ നമ്മളെ ഡിഗ്രി ആംഗിൾസിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക. കാരണം നമുക്ക് ഏത് ഡയറക്ഷനിലാണ് ലോഡ് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഡയറക്ഷൻ നമുക്ക് മാക്സിമം അറ്റൈൻ ചെയ്യാൻ നമുക്കിപ്പോൾ 0, 1, 2, 3, 4 അല്ലെങ്കിൽ 0, 15, 5 അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. 30 എടുക്കാം, 45 എടുക്കാം, 60 എടുക്കാം, 90 എടുക്കാം 0യിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ആ ലെയർ നമ്മൾ ഈ ഫൈബർ അതിലേക്ക് പുള്ള് ചെയ്യുമ്പോൾ അതിലൂടെ ലോഡ് പാസ് ചെയ്യും എന്നുള്ളത് ആ ഒരു ആംഗിൾസിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് മീൻസ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് ഒരുവിധം ലൈഫ് നമുക്ക് അതിലേക്ക് അറ്റൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ആംഗിൾ പ്ലൈ ലാമിനേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാറ്. മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമെട്രിക്കൽ ആംഗിൾസിൽ ഉപയോഗിച്ചിട്ടുള്ള ലാമിനേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇതിൽ നമ്മൾ ആംഗിൾസ് മാത്രമാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആംഗിൾ പ്ലൈ ലാമിനേറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വാസി ഐസോട്രോപിക് എന്നുള്ള ഒരു ഇതാണ്. ആക്ച്വലി ഇതിൽ നമ്മളിങ്ങനെ പറയാൻ വന്നു കഴിഞ്ഞാൽ സിമ്മട്രിക് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ പറയാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരിലുള്ള എക്സ്പ്ലനേഷനാണ് ക്വാസി ഐസോട്രോപിക് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുക. ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തേർമലിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഐസോട്രോപിക് കണ്ടീഷൻ എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ മീൻസ് എല്ലാ ലോഡും ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമെന്നും അതുപോലെ തന്നെ ഈക്വൽ ആയിരിക്കും. ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതിൻ്റെ മീനിങ് ആണ് ഐസോട്രോപിക് എന്ന് പറയുന്നത്. ക്വാസി എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഫൈബർ ലാമിനേറ്റ്സിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിനെ ക്വാസി ഐസോട്രോപിക് എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ട് നമ്മുടെ പോളിമറിൽ ഉപയോഗിക്കുന്ന നമ്മുടെ FRP പോളിമേഴ്സിൽ വരുന്ന പ്ലാസ്റ്റിക്കിൽ വരുന്ന എല്ലാ കോമ്പോസിറ്റ് മെറ്റീരിയലും ഈ ഒരു ക്വാസി ഐസോട്രോപിക് എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ സിമെട്രിക് എന്നല്ല നമ്മൾ അതിനെ വിളിക്കുക, അങ്ങനെ ക്വാസി ഐസോട്രോപിക് എന്നാണ് നമ്മൾ വിളിക്കുക. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ആംഗിൾസ് അറേഞ്ച് ചെയ്യാം. 60, 40, 30, 90 ഡിഗ്രി, 0 ഡിഗ്രിയിൽ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. സിമെട്രിക് തന്നെ ആവണമെന്നില്ല. ഇതിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലാമിനേറ്റിലെ ലോഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ലെയറിലും ഈക്വൽ ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മീൻസ് നമ്മുടെ എയറോപ്ലെയിൻസിൻ്റെ ഇതിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ലാമിനേറ്റ് സ്ട്രക്ചറാണ് ക്വാസി ഐസോട്രോപിക് എന്ന് പറയുക. ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മിനിമം 3 ലെയറെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സിമെട്രിക് എന്ന് നമുക്കിതിനെ പറയാൻ കഴിയില്ല. പകരം നമ്മൾ മിനിമം 3 ലെയറെങ്കിലും ഉണ്ടായിരിക്കണം ആ ഒരു കോമ്പോസിറ്റിൽ. ഇപ്പോൾ 2 ലെയറിൽ തന്നെ തിക്നെസ് നമുക്ക് അറ്റൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ക്വാസി ഐസോട്രോപിക് ഇതെന്ന് നമുക്ക് പറയാൻ നമുക്ക് സാധിക്കില്ല. അതിന് പകരം നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ക്വാസി ഐസോട്രോപിക് ആവണമെന്നുണ്ടെങ്കിൽ മിനിമം 3 ലെയർ വെച്ചിട്ട് ഏതൊക്കെ നമ്മൾ ആംഗിളുടെ ഡയറക്ഷനിൽ വരുന്നോ അത് വെച്ച് അറേഞ്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ ക്വാസി ഐസോട്രോപിക് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ നമുക്ക് അസിമെട്രിക്കോ മറ്റെല്ലാം നമുക്ക് വരാം. പക്ഷേ പോളിമറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഒട്ടുമിക്ക എല്ലാ പോളിമേഴ്സിലും ക്വാസി ഐസോട്രോപിക് ആണ് അതിനെ വിളിക്കാറ്. അപ്പോൾ പോളിമറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ക്വാസി ഐസോട്രോപിക് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ആ ക്വാസി ഐസോട്രോപിക്കിൽ എല്ലാ ഡയറക്ഷനിലും ഈക്വലായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ ലൈഫ് നമുക്ക് കിട്ടും. ഒരുമാതിരിപ്പെട്ട എല്ലാ ഇതും നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതൊന്ന് മീൻ ചെയ്യേണ്ടത്. മെറ്റൽസിനെ പോലെ ബിഹേവ് ചെയ്യും എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്വാസി ഐസോട്രോപിക് ലാമിനേറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി നമ്മുടെ 5th മൊഡ്യൂൾ തീർന്നു. സോ 6th മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.